ഒരിക്കൽ ഒരു തടിക്കച്ചവടക്കാരന്റെ അടുക്കൽ ഒരു മരം വെട്ടുകാരൻ വന്ന് ജോലി അന്വേഷിച്ചു. അയാളോട് ദയ തോന്നിയ ആ തടിക്കച്ചവടക്കാരൻ അയാൾക്ക് ജോലി നൽകി. ഉയർന്ന ശമ്പളവും അയാൾ വാഗ്ദാനം ചെയ്തു. മുതലാളി നൽകിയ കോടാലിയുമായി സന്തോഷത്തോടെ മരം വെട്ടുവാനായി അയാൾ മുതലാളി കാണിച്ചു കൊടുത്ത ആ തോട്ടത്തിലേക്ക് പോയി. ആദ്യ ദിവസം തന്നെ അയാൾക്ക് 15 മരങ്ങൾ വെട്ടുവാൻ സാധിച്ചു. ഇതറിഞ്ഞ മുതലാളി അയാളെ അഭിനന്ദിച്ചു. പിറ്റേ ദിവസം ഇതിലും കൂടുതൽ മരങ്ങൾ വെട്ടണമെന്ന ആഗ്രഹത്തോടെ അയാൾ തോട്ടത്തിലേക്ക് പോയെങ്കിലും 11 മരങ്ങൾ മാത്രമേ അയാൾക്ക് വെട്ടുവാൻ സാധിച്ചുള്ളൂ. മൂന്നാമത്തെ ദിവസം കൂടുതലായി അയാൾ പരിശ്രമിച്ചുവെങ്കിലും 9 മരങ്ങൾ മാത്രമേ വെട്ടുവാൻ സാധിച്ചുള്ളൂ. എനിക്ക് എന്താണ് കൂടുതൽ മരങ്ങൾ വെട്ടുവാൻ സാധിക്കാത്തത്? എന്റെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടോ? അയാൾ ചിന്തിച്ചു. നിരാശയോടെ മുതലാളിയുടെ അടുക്കൽ ചെന്ന് അയാൾ ക്ഷമാപണം നടത്തി. താങ്കൾക്ക് വേണ്ടി കൂടുതൽ മരങ്ങൾ വെട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ എനിക്കതിന് സാധിക്കുന്നില്ല. എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, അയാൾ പറഞ്ഞു. അതിന് മുതലാളി, നീ അവസാനമായി എപ്പോഴാണ് കോടാലിക്ക് മൂർച്ച കൂട്ടിയത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കോടാലിക്ക് മൂർച്ച കൂട്ടാറേയില്ലായിരുന്നു. മരം കൂടുതൽ വെട്ടണമെന്ന് മാത്രമായിരുന്നു എന്റെ ചിന്ത. അതേ സുഹൃത്തെ, നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ വളരെ തിരക്കിലാകും. കോടാലി മൂർച്ച കൂട്ടുവാൻ നാം സമയമെടുക്കില്ല. ഇന്ന് നാം ഒന്നിനും സമയമില്ലാത്തവരായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്നും മൂർച്ചയുള്ളതായി തന്നെ തുടരണമെന്നാണോ നാം ചിന്തിക്കുന്നത്? പ്രവർത്തനത്തിലും കഠിനാധ്വാനത്തിലും തെറ്റൊന്നുമില്ല. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ സൃഷ്ടാവിനോട് അടുക്കുവാൻ സമയമെടുക്കുക, നമ്മുടെ കുടുംബത്തിന് കൂടുതൽ സമയം നൽകുക, വായിക്കുവാൻ സമയമെടുക്കുക തുടങ്ങിയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ അവഗണിക്കുന്ന തരത്തിൽ നാം തിരക്കിലാകരുത്. നമുക്കെല്ലാവർക്കും വിശ്രമിക്കുവാനും ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും വളരുവാനും സമയം ആവശ്യമാണ്. കോടാലി മൂർച്ച കൂട്ടുവാൻ നമ്മൾ സമയമെടുത്തില്ല എങ്കിൽ നമ്മൾ മന്ദബുദ്ധികളാവുകയും നമ്മുടെ ഫലപ്രാപ്തി നഷ്ടപ്പെടുകയും ചെയ്യും. പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു.